കുട്ടനാട്ടിൽ CPM പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റവർക്കെതിരെയും പോലീസ് കേസെടുത്തു. ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി രഞ്ജിത്ത് രാമചന്ദ്രൻ, രാമങ്കരി ലോക്കൽ കമ്മിറ്റി അംഗം ശരവണൻ എന്നിവർക്കെതിരെയാണ് വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തത്. അക്രമി സംഘത്തിലെ കിഷോർ നൽകിയ പരാതിയിലാണ് കേസ്. അതേസമയം കേസെടുത്ത നടപടി അംഗീകരിക്കാനാവില്ലെന്നാണ് ഔദ്യോഗിക പക്ഷത്തിന്റെ നിലപാട്. പാർട്ടി അതിനെതിരെ പ്രതികരിക്കുമെന്ന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രംഗത്തെത്തി. ശരവണനെയും ഡിവൈഎഫ്ഐയുടെ സെക്രട്ടറി രഞ്ജിത്തിനെയും അതിദാരുണമായ രീതിയിൽ സാമൂഹ്യവിരുദ്ധ മതിക്കുകയുണ്ടായി. യാതൊരുവിധ പ്രകോപനമില്ലാതെ വരെ പിന്തുടർന്ന മദ്യപിച്ചെത്തിയ അക്രമി സംഘം വളരെ നിഷ്ഠൂരമായുള്ള മർദ്ദനമാണ് അഴിച്ചുവിട്ടത്. ഇതിൽ CPMന്റെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. നമ്മളിവിടെ മുദ്രാവാക്യം വിളിച്ചതുപോലെ തന്നെ തിരിച്ചടിക്കാനറിയാത്ത പ്രസ്ഥാനമല്ല CPM. എന്നാൽ തൽക്കാലം നമ്മൾ അതിൽ നിന്ന് പിന്തിരിയുകയാണ്. പള്ളറിയാനോ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ പ്രതിരോധം തീർക്കാനോ ഒക്കെ ശേഷിയില്ലാഞ്ഞിട്ടല്ല, ശേഷിയുള്ള പ്രസ്ഥാനം തന്നെയാണ് CPM. എങ്കിലും നമ്മൾ പ്രദേശത്തെ സമാധാനം നിലനിർത്തുന്നതിന് വേണ്ടി പരിപാടി ആസൂത്രണം ചെയ്ത ആൾക്കാരാണെന്ന് നമുക്കറിയാം. അവരെല്ലാം സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ആൾക്കാരാണ്. ആ സാമൂഹ്യ വിരുദ്ധർക്കെതിരെ വാർത്തയുടെ വിശദാംശങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നു. എബി, കുട്ടനാട്ടിലെ CPM സംഘർഷത്തിൽ നേതാക്കൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ഇതുമായി ബന്ധപ്പെട്ട് കേസെടുക്കുന്ന തരത്തിലേക്കുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നത് മിനിങ്ങാന്ന്, അതായത് ഞായറാഴ്ചയാണ് ഇത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് ആലപ്പുഴ കുട്ടനാട്ടിലെ CPM പ്രവർത്തകർ തെരുവിൽ ഏറ്റുമുട്ടുന്ന ഒരു രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം നിരവധി ആളുകൾക്ക് ഇതിൽ രണ്ടുപേർ ഗുരുതരമായി തന്നെ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. DYFI നേതാവിനും ഒപ്പം തന്നെ ഒരു ലോക്കൽ കമ്മിറ്റി അംഗത്തിനുമാണ് ഇത്തരത്തിൽ പരിക്കേറ്റത്. ഇവർ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന ഒരു സാഹചര്യമാണ്. ഒപ്പം തന്നെ ഈ 9 പേരടങ്ങുന്ന ഒരു സംഘമാണ് ഇവർക്കെതിരെ ആക്രമണം നടത്തിയത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിൽ 5 പേരെ പോലീസ് പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. ഈ പിടികൂടിയ 5 പേരിൽ ഒരാളാണ് കിഷോർ എന്ന് പറയുന്ന ആളുടെ പരാതിയിലാണ് ഇപ്പോൾ നേതാക്കൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുള്ള കേസാണ് ഇപ്പോൾ പോലീസ് എടുത്തിരിക്കുന്നത്. ഈ കിഷോറിന്റെ പരാതി പ്രകാരം കിഷോറിനെ ഇപ്പോൾ ചികിത്സയിലുള്ള 2 പേർ, അവർ 2 പേരും കല്ലുകൊണ്ട് തലക്കിടിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളൊരു പരാതിയാണ് കിഷോറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ നിയമ നടപടി അല്ലെങ്കിൽ കേസെടുക്കുന്ന തരത്തിലേക്കുള്ള നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ഈ കിഷോറിന്റെ തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. 3 സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട് കിഷോറിന്റെ തലയിൽ. അപ്പോൾ ഈ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. എന്നാൽ ഇതിനെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധമാണ് CPMന്റെ ഭാഗത്തുനിന്നും ഔദ്യോഗിക വിഭാഗത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇത്തരത്തിലൊരു അക്രമം അഴിച്ചുവിട്ട ആളുകൾക്കെതിരെ കേസെടുക്കാൻ അല്ലെങ്കിൽ ഈ ഗുരുതരമായി തന്നെ പരിക്കേറ്റ ആൾക്കെതിരെ കേസെടുക്കുന്ന നടപടി ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. CPM തിരിച്ചടിച്ചത് അത് പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടാണ്. ഒരാൾ ആക്രമിക്കാൻ വരുമ്പോൾ ഉറപ്പായും പ്രതിരോധിക്കും. ആ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടാണ് കിഷോർ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റത് എന്നുള്ള ഒരു നിലപാടാണ് CPM നേതാക്കൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇന്നലെ വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾ രാമങ്കരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ട് CPM നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പ്രകടനത്തിന് ശേഷമാണ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും സലീംകുമാറിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഒരു വിമർശനം ഉണ്ടാകുന്നത്. ഈ ഒരു സംഭവത്തിൽ തിരിച്ചടിക്കാൻ കഴിവില്ലാത്തൊരു പാർട്ടിയല്ല CPM. അത് വേണ്ട എന്ന് വെക്കുന്നത് സ്ഥലത്തെ സമാധാന അന്തരീക്ഷം തകർക്കണ്ട എന്ന് വിചാരിച്ചത് കൊണ്ട് മാത്രമാണ്. എന്നാൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്ന ഈ ഒരു നടപടി ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. കേസുമായി ബന്ധപ്പെട്ട് ആ കേസിന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് പരിശോധനയ്ക്ക് ശേഷമാവും നടപടിയെടുക്കുക. അത് ഇത്തരത്തിൽ പരിക്കേറ്റ അല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ട ആൾക്കാർക്കെതിരെ അല്ലെങ്കിൽ വധശ്രമം ഉൾപ്പെടെയുള്ള കേസുകൾ എടുക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് തന്നെയാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ അടുത്ത ദിവസങ്ങളിലും ഇത് തുടരാൻ തന്നെയുള്ള ഒരു സാഹചര്യം തന്നെയാണ് കാണുന്നത്. കാരണം ഇത്തരത്തിൽ കേസെടുത്ത് പോവുക, ഒപ്പം തന്നെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുക, ഇങ്ങനെയുള്ള നടപടികളിലേക്കൊക്കെ തന്നെ പാർട്ടി പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ ഔദ്യോഗിക വിശദീകരണം എന്ന് പറയുന്നത് അത് ഒരു തരത്തിൽ പാർട്ടിയുടെ വിഭാഗീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു സംഭവമല്ല. ഇത് അക്രമികളാണ് ഇത്തരത്തിലൊരു ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. അവർ സാമൂഹ്യ വിരുദ്ധരാണ്, മയക്കുമരുന്ന് മാഫിയയുടെ ആക്രമണമാണ് ഉണ്ടായത് എന്നുള്ള ഒരു വിശദീകരണമാണ് CPMന്റെ ജില്ലാ സെക്രട്ടറി R നാസർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. ഈ ഒരു നിലപാടിലാണ് പാർട്ടി നിലവിലുള്ളത്. ആതിര. ശരി എബി, കുട്ടനാട്ടിൽ CPM പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റവർക്കെതിരെയും പോലീസ് കേസെടുത്തു. DYFI മേഖലാ സെക്രട്ടറി രഞ്ജിത്ത് രാമചന്ദ്രൻ, രാമങ്കരി ലോക്കൽ കമ്മിറ്റി അംഗം ശരവണൻ എന്നിവർക്കെതിരെയാണ് വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തുള്ളത്. അക്രമി സംഘത്തിലെ കിഷോർ നൽകിയ പരാതിയിലാണ് കേസ്. വാർത്ത റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു എബി ജോൺ തോമസ്.